ഹലോ ഗേസ്, ഞാനിന്നിവിടെ വെള്ളരിക്ക മോരുകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു വെള്ളരിക്കയുടെ പാതി മുറിച്ച് ചെറിയ ചെറിയ പീസാക്കി കഴുകി ചട്ടിയിലേക്ക് ഇട്ടു. അതിൻ്റെ കൂടെ 2 പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ച് ചട്ടി അങ്ങ് മൂടി വെച്ച് വേവിക്കാൻ വെച്ചു. അപ്പോൾ തന്നെ ഒരു തേങ്ങയുടെ പകുതി എടുത്ത് അതിലേക്ക് അത് ചിരകി അതിലേക്ക് 2 പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു പൊട്ട് ഇഞ്ചി, ചെറിയ ഉള്ളി ഇല്ലാത്ത കാരണം വലിയ ഉള്ളിയുടെ കുറച്ച് ചെറിയ പീസ് എടുത്ത് ഇവ ചേർത്ത് നല്ല ഫൈനായിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഫൈനായിട്ട് അങ്ങ് അരച്ചെടുത്തു. അതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് കട്ട തൈരെടുത്ത് ബൗളിലാക്കി ഉടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ വെള്ളരിക്ക അങ്ങോട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അരച്ച് വെച്ചിരുന്ന തേങ്ങ ചേർത്തു, ഇളക്കി. അപ്പോഴേക്കും കുറച്ച് തിളച്ച് വന്നപ്പോഴേക്കും അതിൻ്റെ ഫ്ലെയിം അങ്ങോട്ട് കുറച്ച് വെച്ചു. എന്നിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തൈര് അങ്ങോട്ടേക്ക് ഒഴിച്ചു. തൈരൊന്ന് ചൂടായി വരുമ്പോഴേക്കും ആ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യുക, തിളച്ച് പോകാൻ കൊള്ളില്ല. എന്നിട്ട് ഒരു ചീൻചട്ടി എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ചൂടായി വരുമ്പോഴേക്കും കടുക് ഇട്ട് പൊട്ടിച്ച് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കറിവേപ്പിലയും 2 ഉണക്കമുളകും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് ആ കറിയിലേക്ക് അത് ഒഴിക്കുക. നമ്മുടെ വെള്ളരിക്ക മോരുകറി റെഡി. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങളുണ്ടാക്കുന്ന പോലെ തന്നെ ആവും, എന്നാലും ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു. എന്നാലും താങ്ക് യു.